അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹില്ലദീ ഹദാനാ ലിഹാദാ വമാ കുന്നാ ലിനഹ്തദിയ ലൗലാ അൻ ഹദാനല്ലാഹ്. യാ അയ്യുഹല്ലദീന ആമനൂ ഇത്തഖുല്ലാഹ വഖൂലൂ ഖൗലൻ സദീദാ യുസ്ലിഹ് ലക്കും അഅ്മാലക്കും വയഗ്ഫിർ ലക്കും ദുനൂബക്കും വമൻ യതിഉല്ലാഹ വറസൂല ഫഖദ് ഫാസ ഫൗസൻ അളീമാ. റബ്ബി ഇശ്റഹ് ലി സദ്രി വയസ്സിർ ലി അംരി വഹ്ലുൽ ഉഖ്ദതൻ മിൻ ലിസാനി യഫ്ഖഹു ഖൗലി. റബ്ബി സിദ്നാ ഇൽമൻ നാഫിയ റബ്ബി സിദ്നാ ഇൽമൻ നാഫിയ റബ്ബി സിദ്നാ ഇൽമൻ നാഫിയ. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മളെയെല്ലാം അള്ളാഹു അവൻ്റെ അനുഗ്രഹീത സ്വർഗത്തിൽ ഒത്തുകൂട്ടുമാറാകട്ടെ. അള്ളാഹുവെ, ഞങ്ങളിൽ നിന്നും ഒരാൾ പോലും അവൻ്റെ കത്തിജ്വലിക്കുന്ന നരകാഗ്നിയിൽപ്പെട്ട് പരാജയപ്പെടാൻ ഇടയാക്കില്ലേ റഹ്മാനെ. യാ അള്ളാഹ്, ഇന്ന് ഈ നിമിഷം വരെ ഞങ്ങളിൽ നിന്നും സംഭവിച്ചു പോയ അറിഞ്ഞും അറിയാതെയും വലുതും ചെറുതുമായ രഹസ്യവും പരസ്യവുമായ എല്ലാ പാപങ്ങളും കാരുണ്യവാനായ നാഥൻ പുറത്തു മാപ്പാക്കി തരുമാറാകട്ടെ. ഇനിമേലിൽ തെറ്റ് ചെയ്യാതെ ജീവിക്കുവാൻ സർവശക്തനായ അള്ളാഹു നമുക്കെല്ലാവർക്കും തൗഫീക്ക് ചെയ്യുമാറാകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. പ്രിയപ്പെട്ടവരെ, പരിശുദ്ധ ഖുർആനിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല 4 വാഗ്ദാനങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ആ 4 വാഗ്ദാനങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് മനസ്സിലാക്കാം. ഒന്നാമതായി, നാം അള്ളാഹുവിനെ ഓർക്കുക. അള്ളാഹു നമ്മളെയും ഓർക്കുന്നതാണെന്ന് അള്ളാഹു പറയുന്നു. ഉദ്കുറുനി അതുക്കുറുക്കും, നിങ്ങൾ എന്നെ ഓർത്താൽ ഞാൻ നിങ്ങളെയും ഓർക്കുന്നതാണ്. വഷ്കുറുലി വലാ തക്ഫുറൂൻ, വഷ്കുറുലി നിങ്ങൾ എനിക്ക് നന്ദി ചെയ്താൽ ഫലാ തക്ഫുറൂൻ, നന്ദി ചെയ്യുക. വലാ തക്ഫുറൂൻ, നിങ്ങൾ എന്നോട് നന്ദികേട് കാണിക്കരുത്. ഇതാണ് അള്ളാഹുവിൻ്റെ ഒന്നാമത്തെ വാഗ്ദാനം. രണ്ടാമതായി അള്ളാഹു പറയുന്നു, വലയൻ ശക്കർത്തും ല അസീദന്നക്കും വലയൻ കഫർത്തും ഇന്ന അദാബി ലശദീദ്. ലയൻ ശക്കർത്തും ല അസീദന്നക്കും, നിങ്ങൾ എനിക്ക് നന്ദി ചെയ്താൽ ല അസീദന്നക്കും, ഞാൻ നിങ്ങൾക്ക് കൂടുതൽ നിഅമത്തുകൾ നൽകാം, കൂടുതൽ അനുഗ്രഹങ്ങൾ അള്ളാഹു വർദ്ധിപ്പിച്ചു തരുന്നതാണെന്നും. വലയൻ കഫർത്തും ഇന്ന അദാബി ലശദീദ്, അതല്ല, നിങ്ങൾ എന്നോട് നന്ദികേട് കാണിച്ചാൽ എൻ്റെ ശിക്ഷ അതികഠിനമായിരിക്കുമെന്ന് അള്ളാഹു വാഗ്ദാനം ചെയ്യുകയാണ്. മൂന്നാമത്തേതായി അള്ളാഹു പറയുന്നു, ഉദുഊനി അസ്തജിബ് ലക്കും, നിങ്ങൾ എനിക്ക് ദുആ ചെയ്യൂ, എന്നോട് നിങ്ങൾ ദുആ ചോദിക്കൂ, ഞാൻ നിങ്ങൾക്ക് ഉത്തരം തരാം. ഇതാണ് മൂന്നാമത്തെ വാഗ്ദാനം. നാലാമത്തേതായി അള്ളാഹു പറയുന്നു, വമാ കാനല്ലാഹു മുഅദ്ദിബഹും വഹും യസ്തഗ്ഫിറൂൻ. വമാ കാനല്ലാഹു മുഅദ്ദിബഹും, അള്ളാഹു അവരെ ശിക്ഷിക്കുകയില്ല. വഹും യസ്തഗ്ഫിറൂൻ, അവർ ഇസ്തിഗ്ഫാർ വർദ്ധിപ്പിച്ചാൽ, അള്ളാഹുവിനോട് പാപമോചനം വർദ്ധിപ്പിച്ചാൽ അള്ളാഹു ശിക്ഷയിൽ ഇളവ് ചെയ്യുമെന്ന് പരിശുദ്ധ ഖുർആനിലൂടെ അള്ളാഹു വാഗ്ദാനം ചെയ്യുന്നു. നമ്മൾ എല്ലാവരും അള്ളാഹുവിൻ്റെ ഈ 4 വാഗ്ദാനങ്ങൾ പാലിക്കുന്നവരാകുക. അള്ളാഹു അതിനെ തൗഫീഖ് ചെയ്യുമാറാകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. പ്രിയപ്പെട്ടവരെ, അള്ളാഹുവും നമ്മളും തമ്മിലുള്ള ഒരു മുസ്ലിമിൻ്റെ മനസ്സും അള്ളാഹുവുമായിട്ടുള്ള ബന്ധം എത്രത്തോളമായിരിക്കുമെന്ന് അള്ളാഹുവിൻ്റെ ഈ വാഗ്ദാനങ്ങളിലൂടെ തന്നെ നമുക്ക് മനസ്സിലാക്കാം. അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ അള്ളാഹുവിൻ്റെ തൗഹീദ് അംഗീകരിച്ചുകൊണ്ട് പരിപൂർണമായി അള്ളാഹുവിൽ കീഴൊതുങ്ങാം എന്ന് സമ്മതിച്ചുകൊണ്ടും അള്ളാഹുവിന് പുറമെ ആരാധിക്കുന്ന എല്ലാ വസ്തുക്കളെയും സകല വസ്തുക്കളുമായി അതിനെയെല്ലാം ഉപേക്ഷിക്കാം. വൽ ബറാഅത്തു മിന ശിർക്കി വാഹിലിഹി, ഷിർക്കിൽ നിന്നും ഷിർക്കിൻ്റെ ആളുകളിൽ നിന്നും അകന്നു നിൽക്കാം എന്നാണ് ഒരു മുസ്ലിം പ്രഖ്യാപിക്കേണ്ടത്. അതുകൊണ്ട് ആ പ്രഖ്യാപനത്തിൻ്റെ സത്യസന്ധത എത്രത്തോളമുണ്ടെന്ന് നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കേണ്ടതുണ്ട്. അങ്ങനെ ആ സത്യസന്ധത ഉൾക്കൊണ്ടുകൊണ്ട് ജീവിച്ച് നമുക്ക് മുമ്പേ കടന്ന ആദരണീയരായ നമ്മുടെ മുൻഗാമികൾ അവരുടെ ജീവിതത്തിൻ്റെ ഒരു ഭാഗമായിട്ടല്ല ഈ പരിശുദ്ധ ദീനിനെ അവർ കണ്ടത്. അവരുടെ ജീവിതം കൊണ്ട് ദീനിനെ ജീവിപ്പിച്ചവരാണ് അവർ ഓരോരുത്തരും. ആ മുൻഗാമികളാണ് നമ്മുടെ മാതൃക, അവരാണ് നമ്മുടെ മാതൃകയായിരിക്കേണ്ടത്. നബി സല്ലല്ലാഹു അള്ളാഹു പരിശുദ്ധ ഖുർആനിലൂടെ പറയുന്നുണ്ട്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് പോലും വഹി പ്രകാരമല്ലാതെ ദീനിൽ ഒന്നും ചേർക്കാൻ അള്ളാഹു അനുവാദം നൽകിയിട്ടില്ല. പ്രിയപ്പെട്ടവരെ, ഈ ആയത്തുകളെല്ലാം വളരെ ശ്രദ്ധയോടെ അടിവരയിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. കാരണം അള്ളാഹു പറയുകയാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് പോലും വഹിയിൻ്റെ പ്രകാരമല്ലാതെ ദീനിൽ ഒന്നും ചേർക്കാൻ അള്ളാഹു അധികാരം നൽകിയിട്ടില്ല.
അത് പരിശുദ്ധ ഖുർആൻ സൂറത്ത് നജ്മ് 3-4 ആയത്തുകളിൽ അള്ളാഹു പഠിപ്പിക്കുന്നുണ്ട്. ഒമാ യന്തിഖു അനിൽ ഹവ ഇൻ ഹുവ ഇല്ലാ വഹ്യുൻ യൂഹ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് പറയുകയാണ്, ഒമാ യന്തിഖു അനിൽ ഹവ, തങ്ങളുടെ ഇഷ്ടപ്രകാരമല്ലാതെ ഇഷ്ടപ്രകാരം ഒന്നും സംസാരിക്കാൻ കഴിയുകയില്ല. തന്നിഷ്ടത്തിന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ദീനിൽ ഒന്നും കടത്തിക്കൂട്ടാൻ സാധ്യമല്ല എന്നും, ഇൻ ഹുവ ഇല്ലാ വഹ്യുൻ യൂഹ, വഹിയിൻ്റെ അടിസ്ഥാനത്തിലല്ലാതെ, അതായത് അദ്ദേഹത്തിന് ദിവ്യ സന്ദേശവുമായി ഒരു നൽകപ്പെട്ട ഉദ്ബോധനത്തിൻ്റെ അടിസ്ഥാനത്തിലല്ലാതെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ദീനിൽ ഒന്നും കടത്തിക്കൂട്ടാൻ സാധിക്കുകയില്ല എന്ന് അള്ളാഹു സൂറത്ത് നജ്മിലെ ആയത്തുകളിലൂടെ നമ്മളെ പഠിപ്പിക്കുന്നു. കൂടാതെ സൂറത്തുൽ ഹാഖ 44 മുതൽ 48 വരെയുള്ള ആയത്തുകൾ കൂടി നമ്മൾ മനസ്സിലാക്കണം. അള്ളാഹു പറയുന്നു, ഒലൗ തഖവ്വല അലൈന ബഅദൽ അഖാവീലി, അള്ളാഹു പറയുകയാണ്, നമ്മുടെ പേരിൽ പ്രവാചകരെ വല്ല കള്ളവും വല്ല കെട്ടിച്ചമച്ച് പറഞ്ഞിരുന്നുവെങ്കിൽ, അള്ളാഹുവിൻ്റെ റസൂൽ അള്ളാഹു പറയാത്ത എന്തെങ്കിലും കാര്യം പറഞ്ഞിരുന്നുവെങ്കിൽ, അള്ളാഹു പറയുന്നു, ല അഹദിന മിൻഹു ബിൽ യമീൻ, അദ്ദേഹത്തെ നാം വലത് കൈകൊണ്ട് പിടികൂടുകയും സുമ്മല ഖതഅനാ മിൻഹുൽ വതീൻ, എന്നിട്ട് അദ്ദേഹത്തിൻ്റെ ജീവനാടി നാം മുറിച്ചു കളയുകയും ചെയ്യുമായിരുന്നു എന്ന് അള്ളാഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് താക്കീത് ചെയ്യുകയാണ്. പ്രിയപ്പെട്ടവർ, ഇതെല്ലാം നമ്മൾ നല്ലതുപോലെ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. പറയുന്നു, വഇന്നഹു ലതദ്കിറത്തൻ ലിൽ മുത്തഖീൻ, തീർച്ചയായും ഈ ഖുർആൻ, ഈ ആയത്ത് ഭയഭക്തിയുള്ളവർക്ക് ഒരു ഉദ്ബോധനം മാത്രമാകുന്നു എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ താക്കീത് ചെയ്തുകൊണ്ട് അള്ളാഹു വിശുദ്ധ ഖുർആനിൽ ഇറക്കിയ ആയത്താണിത്. പ്രിയപ്പെട്ടവർ, ഇതിൽ നിന്നെല്ലാം മനസ്സിലാക്കാം, ദീനിൽ ഒന്നും ഒരു വാക്കുപോലും അള്ളാഹു പറയാത്തത് കടത്തിക്കൂട്ടാൻ പാടില്ല എന്നും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് അള്ളാഹു ചെയ്യുകയും അതിൻ്റെ ശിക്ഷയും അള്ളാഹു ഈ ആയത്തിലൂടെ നമുക്ക് പഠിപ്പിച്ചു തരുന്നു. മഹാനായ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറയുന്നു, വിശുദ്ധ ഖുർആനിൽ പല സ്ഥലത്തും അള്ളാഹു യാ അയ്യുഹല്ലദീന ആമനൂ എന്ന് വിശേഷിപ്പിച്ചിട്ടുണ്ട്, വിളിക്കുന്നുണ്ട്. അല്ലയോ മോമിനീങ്ങളെ, അല്ലയോ സത്യവിശ്വാസികളെ എന്ന് വിളിച്ചാൽ പിന്നെ ആ കാര്യം ശ്രദ്ധിച്ച് കേൾക്കണം. കാരണം അള്ളാഹു പിന്നെ ആ മോമിനീങ്ങളെ മാത്രം ശ്രദ്ധയോടെ വിളിച്ച് പറയുന്ന കാര്യങ്ങളാണ്. കേട്ടാൽ വിശ്വാസികളെ എന്ന് വിളിച്ചാൽ ഒരുപക്ഷെ അള്ളാഹു ഇന്നമാ ബഅദഹു ഹൈറൻ ബിമാ യഅ്മുറു ബിഹി, ഒരുപക്ഷെ ഗുണമുള്ള എന്തെങ്കിലും നന്മയായിരിക്കും അള്ളാഹു പറയാൻ ഉദ്ദേശിക്കുന്നത്, അല്ലെങ്കിൽ ഔ ഷർറുൻ യൻഹാൻ, അല്ലെങ്കിൽ ചില ദോഷമായ കാര്യം വിലക്കാനായിരിക്കും അള്ളാഹു വിളിക്കുന്നത് എന്ന് പ്രത്യേകം ശ്രദ്ധിക്കണമെന്ന് അള്ളാഹു മഹാന്മാർ നമ്മളെ ഉണർത്തുന്നുണ്ട്. വിശ്വാസികൾക്കുള്ള ഗുണം എടുത്തു പറഞ്ഞാൽ അള്ളാഹുവിൻ്റെ കൽപ്പനകളെ ഒന്നും ചിന്തിക്കാതെ സ്വീകരിക്കും. അള്ളാഹു എന്താണോ പറയുന്നത് അത് അപ്പടിയെ സ്വീകരിക്കുന്ന മനസ്സായിരിക്കണം വിശ്വാസിയുടെ വിശ്വാസവും ലക്ഷ്യവും. പ്രിയപ്പെട്ടവരെ, നമ്മൾ ഒന്ന് ചിന്തിച്ചു നോക്കൂ, സത്യം പറയാൻ പറ്റാത്ത അവസ്ഥ നമുക്കുണ്ടായിട്ടില്ലേ? കണ്ടിട്ടും നമ്മൾ നിശബ്ദരായി നിന്നിട്ടില്ലേ? സത്യം കണ്ടിട്ടും അത് പറയാനൊക്കാതെ നമ്മൾ നിശബ്ദരായി നിന്നിട്ടില്ലേ? എന്താണ് അതിൻ്റെ കാരണം? നമ്മുടെ ഭയം നമ്മുടെ ഈമാനിനെ തകർക്കുന്നു എന്നതാണ് സത്യം. ബിലാൽ ബിൻ റബാഹ് റളിയല്ലാഹു അൻഹുവിനെ കുറിച്ച് ആലോചിച്ച് നോക്കൂ. ചുട്ടുപഴുത്ത മരുഭൂമിയിൽ വെച്ച് കഠിനമായ പരീക്ഷണമാണ്, പീഡനമാണ് അദ്ദേഹത്തിന് ഏൽക്കേണ്ടി വന്നത്. അദ്ദേഹത്തിൻ്റെ ശരീരം അങ്ങേയറ്റം തളർന്നുപോയി. വളരെ അവശനായിട്ടും ബിലാൽ റളിയല്ലാഹു അൻഹു വിളിച്ചു പറഞ്ഞത് അഹദ് അഹദ് എന്നായിരുന്നു. അള്ളാഹു ഏകനാണെന്നായിരുന്നു. പീഡനം അദ്ദേഹത്തിൻ്റെ ശരീരത്തെ മാത്രമാണ് വേദനിപ്പിച്ചത്. അദ്ദേഹത്തിൻ്റെ ഈമാനിന് ഒരു കോട്ടവും സംഭവിച്ചിട്ടില്ല, ഈമാനിനെ സ്പർശിച്ചിട്ടേ ഇല്ലായിരുന്നു. അതുപോലെ സ്വഹാബി വനിതയായ മഹദിയായ നുസൈഫ ബിന്ത് കഅബ് റളിയല്ലാഹു അൻഹുവിൻ്റെ മകൾ നുസൈഫ റളിയല്ലാഹു അൻഹ ഉഹുദ് യുദ്ധത്തിൻ്റെ അവസാനത്തിൽ എല്ലാ പേരും പിന്തിരിഞ്ഞോടിയപ്പോഴും മഹദിയവർ ഒറ്റയ്ക്ക് നിന്ന് വാളെടുത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടൊപ്പം നിലയുറപ്പിക്കുകയാണ് ചെയ്തത്. ധീരത എന്ന് പറയുന്നത് പേടി ഇല്ലാത്ത ഒരവസ്ഥയല്ല, മറിച്ച് ഭയമുണ്ടായിട്ടും അള്ളാഹുവിൻ്റെ പ്രീതിയെ മാത്രം മുന്നിൽ വെച്ച് ധൈര്യം സംഭരിച്ച് മുന്നോട്ട് പോകാനുള്ള ഒരു മനസ്സാണ്. അതുപോലെ തന്നെ നമ്മൾ ചരിത്രങ്ങൾ പരിശോധിച്ച് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നതാണ്, ഈജിപ്തിലെ രാജാവായിരുന്ന ഫിറോവിൻ്റെ ഭാര്യയായിരുന്ന ആസിയ ബീവി റളിയല്ലാഹു അൻഹ മഹദി അവർകൾ മൂസാ നബിയുടെ കാലത്ത് തന്നെ ഇസ്ലാം സ്വീകരിച്ചു. ദുഷ്ടനായ ഫിറോൻ ഈ കാര്യം അറിഞ്ഞില്ല. അവസാനം അറിഞ്ഞപ്പോൾ മഹദി അവർകളെ ഇതിൽ നിന്നും പിന്തിരിപ്പിക്കാൻ
പല മർദ്ദനങ്ങളും മഹദി അവർകൾ ഏൽക്കേണ്ടി വന്നു. ക്രൂരമായ രീതിയിലാണ് മഹദി അവർകൾ വധിക്കപ്പെട്ടത്. അസഹ്യമായ വേദന അനുഭവിച്ചപ്പോഴും ആ സമയത്ത് മഹദി അവർകൾ പതറിയില്ല. ലാ ഇലാഹ ഇല്ലല്ലാഹു എന്ന തൗഹീദ് ഉൾക്കൊണ്ട് ജീവിച്ചവരാണ്. മഹദി അവർകളുടെ പ്രാർത്ഥന ഒരു സത്യവിശ്വാസിയായ സ്ത്രീകൾക്ക് സത്യവിശ്വാസിനികളായ സ്ത്രീകൾക്ക് അള്ളാഹു ഉദാഹരണമായി സൂറത്തുൽ തഹ്രീമിൽ അള്ളാഹു പറയുന്നുണ്ട്. വല്ലറബല്ലാഹി മസലൻ ലില്ലദീന ആമനൂ ഇംറാഅതു ഫിർഔന ഇദ് ഖാലത് റബ്ബി ഇബ്നി ലീ ഇൻദക ബൈതൻ ഫിൽ ജന്നത്തി വനജ്ജിനി ഫിർഔന വഅമലുഹു വനജ്ജിനി മിൻ ഖൗമിൽ ളാലിമീൻ. പ്രിയപ്പെട്ടവരെ, ഇതെല്ലാം നമ്മൾ അടിവരയിട്ട് പഠിക്കേണ്ട ആയത്തുകളാണിത്. വിശുദ്ധ ഖുർആനിൽ അള്ളാഹു ഒരു ഉദാഹരണമായി ഉണർത്തിയതാണ് മുഅ്മിനീകളായ സ്ത്രീകൾക്ക്. അസഹ്യമായ വേദന അനുഭവിച്ച സമയത്ത് ആസിയ ബീവി റളിയല്ലാഹു അൻഹ അസഹ്യമായ വേദന അനുഭവിച്ച സമയത്ത് അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചത് എന്തായിരുന്നു? വല്ലറബല്ലാഹി മസലൻ ലില്ലദീന ആമനു. അള്ളാഹു ഉദാഹരണം പറയുന്നു. ഇത് കാലത്ത് അവർ പ്രാർത്ഥിച്ച സന്ദർഭം, റബ്ബി ഇബ്നി ലീ, അള്ളാഹുവേ എനിക്ക് നീ നിർമ്മിച്ചു തരണമേ, ഇൻദക ബൈത്തുൽ ഫിൽ ജന്നത്തി, അള്ളാഹുവേ നിൻ്റെ അടുത്ത് സ്വർഗത്തിൽ ഒരു ഭവനം എനിക്ക് നീ നിർമ്മിച്ചു തരണമേ നാഥ. വനജ്ജിനി ഫിർഔന വഅമലുഹു, അള്ളാഹുവേ വനജ്ജിനി മിൻ ഫിർഔന വഅമലുഹു, അള്ളാഹുവേ ഫിർഔന്റെ ക്രൂരമായ പ്രവൃത്തികളിൽ നിന്നും, വനജ്ജിനി മിൻ ഖൗമിൽ ളാലിമീൻ, അള്ളാഹുവേ ഫിർഔന്റെ ശത്രു ജനങ്ങളിൽ നിന്നും, ഈ അക്രമികളായ ജനങ്ങളിൽ നിന്നും എന്നെ നീ രക്ഷിക്കണമേ നാഥ എന്നായിരുന്നു മഹദി അവർകൾ പ്രാർത്ഥിച്ചത്. ഫിർഔന്റെ രാജകൊട്ടാരവും സുഖാഡംബരങ്ങളെല്ലാം ആസിയ ബീവി റളിയല്ലാഹു അൻഹയ്ക്ക് ദീനിൻ സത്യപ്രഭയുടെ മുമ്പിൽ വെറും നിസാരമായി തോന്നി. ദീനിനെ കൈവിട്ടുകൊണ്ട് ഫിർഔന്റെ രാജ്ഞീപദം അലങ്കരിക്കുന്നതിനേക്കാൾ നല്ലത് അള്ളാഹുവിൻ്റെ അടുത്തൊരു ഭവനമാണ് മഹദി അവർകൾ ആഗ്രഹിച്ചത്. ഇതുപോലെ ഇസ്ലാമിൻ്റെ പ്രബോധന ഘട്ടത്തിൽ പല സ്വഹാബി വനിതകളും പുരുഷന്മാരെ പോലെ സ്ത്രീകളും ഉണ്ടായിരുന്നതായി നമുക്ക് ചരിത്രത്തിൽ കാണാൻ കഴിയും. പ്രിയപ്പെട്ടവരെ, അള്ളാഹുവിന് വേണ്ടി അനീതിയുടെ മുമ്പിൽ നമ്മളാരും നിശബ്ദരാകരുത്. നമ്മൾ സത്യം പറയാൻ നമ്മൾ ആ മനസ്സ് കാണിക്കണം. പരിശുദ്ധ ഖുർആനിൽ അള്ളാഹു പറഞ്ഞില്ലേ, ഫസ്ദ ബിമാ തഅ്മറു, സത്യം പറയാൻ, സത്യമാണെന്ന് ബോധ്യപ്പെട്ട കാര്യം പറയാൻ ആരുടെ മുമ്പിലും ഒരാളുടെ മഹത്വവും ബഹുമാനവും നിങ്ങൾ തടസ്സമാക്കരുത്. സത്യം തുറന്നു പറയണമെന്നാണ് അള്ളാഹു വിശുദ്ധ ഖുർആനിലൂടെ നമ്മളെ പഠിപ്പിച്ചത്. അതുകൊണ്ട് അനീതിയുടെ മുമ്പിൽ നിശബ്ദരാകരുത്. അള്ളാഹുവിന് വേണ്ടി നമ്മൾ സംസാരിക്കണം. അള്ളാഹുവിന് വേണ്ടി സംസാരിക്കുമ്പോൾ അള്ളാഹു നമുക്കിടപെടും. അള്ളാഹു നമ്മളെ സംരക്ഷിക്കുക തന്നെ ചെയ്യും. തീർച്ച ഇത് നമ്മൾ ഉറപ്പുവരുത്തുക. അള്ളാഹുവിന് വേണ്ടി സംസാരിക്കുന്ന ആളുകളുടെ കൂട്ടത്തിൽ നമ്മൾ പങ്കാളികളാകണം. പ്രിയപ്പെട്ടവരെ, അങ്ങനെ സംസാരിക്കുന്ന പങ്കാളികളായി നമ്മളെല്ലാം അള്ളാഹുവിൻ്റെ അനുഗ്രഹീത സ്വർഗത്തിൽ ഒത്തുകൂട്ടുമാറാകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ പാപങ്ങളെല്ലാം പുറത്തു മാപ്പാക്കി തരുമാറാകട്ടെ. അള്ളാഹുവെ, വലുതും ചെറുതുമായ എല്ലാ പാപങ്ങളും അള്ളാഹുവെ ഞങ്ങൾക്ക് നീ പുറത്തു തരണേ റഹ്മാനെ. അള്ളാഹുവെ, ഈ വീഡിയോ കാണുന്ന എല്ലാവരുടെയും പാപങ്ങളും അള്ളാഹുവെ നീ പുറത്തു മാപ്പാക്കണേ റഹ്മാനെ. അവർ ഈ വീഡിയോ കാണാനിരിക്കുന്ന ആ സമയം അള്ളാഹുവെ സ്വാലിഹായ ഒരു അമലായി എല്ലാവർക്കും ഞങ്ങളിലും അവർക്ക് നിന്നും സ്വീകരിക്കുമാറാകട്ടെ. അള്ളാഹുവെ, ഈ കാണുന്ന ഈ സമയം ഞങ്ങൾക്ക് അനുകൂലമായി സാക്ഷിയായിരിക്കണേ റഹ്മാനെ. ആ സമയത്തെ അള്ളാഹുവെ നീ അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കണേ റഹ്മാനെ. അള്ളാഹുവെ, ഞങ്ങളുടെ അന്ത്യനാളിലെ വിജയത്തിന് ഇതുപോലുള്ള സംഭാഷണങ്ങൾ അള്ളാഹുവെ ഈ ദീനിലിരിക്കുന്ന കാര്യങ്ങളെല്ലാം വിജയമാക്കുവാൻ ഞങ്ങൾക്ക് നീ തൗഫീഖ് ചെയ്യണേ അള്ളാഹ്. ഞങ്ങൾക്ക് നീ സാക്ഷിയായി വാദിക്കുന്ന സംസാരമാക്കണേ റഹ്മാനെ. അള്ളാഹുവെ, കേൾക്കുന്നവർക്കും ഇത് നീ ഉതകുന്ന സംസാരമാക്കണേ റഹ്മാനെ. യാ അള്ളാഹ്, ഞങ്ങളുടെ എല്ലാ ആഗ്രഹങ്ങളും നീ സഫലീകരിക്കണേ റഹ്മാനെ. അള്ളാഹുവെ, സന്താനങ്ങളില്ലാത്ത ഭാര്യ ഭർത്താക്കന്മാരുണ്ട് റഹ്മാനെ. ആ ദമ്പതികൾക്ക് നീ മക്കളെന്ന സൗഭാഗ്യം നീ കൊടുത്ത് അനുഗ്രഹിക്കണേ റഹ്മാനെ. അള്ളാഹുവെ, കടക്കണിയിൽ അകപ്പെട്ടുള്ളവരുണ്ട് നാഥ. അള്ളാഹുവെ, കടത്തിൽ നിന്ന് രക്ഷപ്പെടാനുള്ള മാർഗം അവർക്ക് നീ തുറന്നു കൊടുക്കണേ റഹ്മാനെ. അള്ളാഹുവെ, കടക്കാരായി മരിക്കുവാൻ ഇടയാക്കല്ലേ റഹ്മാനെ. യാ അള്ളാഹ്, ശുഹദാക്കൾക്ക് പോലും പുറത്തു കൊടുക്കാത്ത ദോഷം കടമാണല്ലോ നാഥ. കടമാകുന്ന വൻദോഷത്തിൽ നിന്നും ഞങ്ങളെയും എല്ലാവരെയും നീ കടത്തിൽ നിന്നും രക്ഷിക്കണേ റഹ്മാനെ. യാ അള്ളാഹ്, ഹലാലായ മുറാദുകൾ നീ ഹാസിലാക്കണേ റഹ്മാനെ. യാ അള്ളാഹ്, നിന്നോട് നീട്ടുന്ന ഈ കരങ്ങളെ നീ നിരാശരായി മടക്കല്ലേ അള്ളാഹുവെ, എല്ലാത്തിനും നീ ഉത്തരം നൽകണേ റഹ്മാനെ. യാ അല്ലാഹ്, ഈ ദുആയെ നീ കബൂലാക്കണേ റഹ്മാനെ. ഈ ദുആയെ നീ കബൂലാക്കണേ അല്ലാഹ്. ആമീൻ യാ റബ്ബൽ ആലമീൻ.
ربنا هب لنا من أزواجنا وذرياتنا قرة أعين واجعلنا للمتقين إماما ربنا واغفر لنا وارحمنا ولوالدينا ولإخواننا الذين سبقونا بالإيمان ولا تجعل في قلوبنا إلا للذين آمنوا ربنا إنك رؤوف رحيم ربنا لا تزغ قلوبنا بعد إذ هديتنا وهب لنا من لدنك رحمة إنك أنت الوهاب ربنا آتنا من لدنك رحمة وهيئ لنا من أمرنا رشدا ربنا ما خلقت هذا باطلا سبحانك فقنا عذاب النار ربنا اصرف عنا عذاب جهنم إن عذابها كان غراما إنها ساءت مستقرا ومقاما ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم آمين آمين يا رب العالمين السلام عليكم ورحمة الله وبركاته.